ചെമ്പനീർ പൂവിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വർഷയുടെ മമ്മി മഹിമ ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടതിന് 500 രൂപക്ക് ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് പൂ വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രമതിക്ക് നന്നായിട്ട് പൂ വിൽക്കാൻ അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് മഹിമ അവരെ കളിയാക്കി കൊണ്ടുപോകും. ചന്ദ്രമതിക്ക് ആകെ നാണക്കേടാവുന്നത്. ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയോട് പറഞ്ഞിട്ട് രേവതിയുടെ പൂക്കട എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എടുത്തു മാറ്റിയേ പറ്റൂ. അതുകൊണ്ടാണ് ഞാനിപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ അപമാനിതയായി പോകുന്നത്. അന്നേരം ശ്രുതി പറഞ്ഞു കൊടുക്കുന്നത്, ആന്റി എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. നിങ്ങൾ എത്ര പറഞ്ഞാലും സച്ചി രേവതിയും ഒരിക്കലും നിങ്ങൾ പറയുന്നതൊന്നും അനുസരിക്കാൻ പോകുന്നില്ല. ആന്റിക്ക് ഇപ്പൊ എങ്ങനെയെങ്കിലും രേവതിയുടെ ആ ഒരു പൂക്കട ഇല്ലാതാക്കിയല്ലേ പറ്റൂ. എന്നാൽ അതാരും അറിയാതെ നമുക്ക് ചെയ്യാമെന്നേ. സച്ചി ഇന്നേ വരെ ആ ഒരു പൂക്കടക്ക് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പെർമിഷൻ ലെറ്റർ വാങ്ങിയിട്ടില്ല. അങ്ങനെ പെർമിഷൻ പോലും ഇല്ലാതെയാണ് അവൻ ആ പൂക്കട തുടങ്ങിയിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിക്ക് ഒരു ലെറ്റർ എഴുതി കൊടുത്താൽ പിന്നെ അവർ തന്നെ ആ പൂക്കട അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ ശ്രുതി. ആന്റി നമ്മൾ അങ്ങനെ ചെയ്താൽ പിന്നെ ഒരുവിധ കംപ്ലൈന്റ് നമ്മുടെ മേലേക്ക് വരില്ല എന്നും ഇങ്ങനെ ശ്രുതി ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ചന്ദ്രമതി പറയുന്നത്, എങ്കിൽ പിന്നെ ഉടനെ പെട്ടെന്ന് തന്നെ അങ്ങനെ ചെയ്യുമോളെ. നാളെ മുതൽ ഒരിക്കലും ആ കട അവിടെ പുറത്തുണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അങ്ങനെ ശ്രുതി കംപ്ലൈന്റ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ രേവതിയുടെ കട അവിടെ നിന്നും പറിച്ചു നടാൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾക്കാർ വരും. അങ്ങനെ രേവതിയുടെ കടയൊക്കെ അവര് പൂട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയോട് പറഞ്ഞിട്ട്, അങ്ങനെ ഒത്തിരി നാളത്തിന് ശേഷമാണ് മോളെ ഞാൻ ഇത്രമാത്രം സന്തോഷിക്കുന്നത്. ഈ ഒരു കാഴ്ച കാണുന്ന സമയത്തിന് എന്റെ കണ്ണിന് എത്രമാത്രം കുളിരാണെന്നറിയോ. ആ രേവതി ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം എന്നെ എത്രമാത്രം വേദനിപ്പിച്ചോ എത്രമാത്രം അപമാനപ്പെടുത്തിയോ അതിനൊക്കെ ഇനി അവൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ ഈ ഒരു കാഴ്ചയും കണ്ടുകൊണ്ടായിരിക്കട്ടെ രേവതി സങ്കടപ്പെട്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. രേവതി വന്ന് ചോദിക്കുന്നത്, എന്തിനാ സർ നിങ്ങൾ എന്റെ കട എടുത്ത് മാറ്റുന്നത് എന്ന് ചോദിക്കും. അന്നേരം മുനിസിപ്പാലിറ്റിയിലെ മെമ്പേഴ്സ് പറഞ്ഞിട്ട്, റോഡ് സൈഡിൽ കട വെച്ചാൽ പിന്നെ എടുത്തു മാറ്റാതെ പിന്നെ എന്ത് ചെയ്യണം. അവരേതായാലും രേവതിയുടെ വാക്കൊന്നും കേൾക്കാതെ ആ ഒരു കട അവിടെ നിന്നും പൊളിച്ചു മാറ്റുന്നുണ്ട്. അന്നേരം രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതെന്റെ ഭർത്താവ് എനിക്ക് വെച്ച് തന്ന കടയാണ് സർ. ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. ഞങ്ങൾ യാതൊരു വിധ തെറ്റും ചെയ്തിട്ടില്ല എന്നിങ്ങനെ രേവതി കരഞ്ഞുകൊണ്ട് പറയണേ. ആ സമയത്തിന് അയാൾ പറയുന്നുണ്ട്, റോഡ് സൈഡിൽ ഇങ്ങനെ കടയൊന്നും വെക്കാൻ പാടില്ല. അങ്ങനെ വെക്കണമെങ്കിൽ തന്നെ അതിൻ്റെതായിട്ടുള്ള പെർമിഷൻ വേണം. നിങ്ങൾ ഇതുവരെ പെർമിഷൻ ഒന്നും എടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഈ കട എടുത്തുകൊണ്ട് പോവാണെന്നൊക്കെ പറഞ്ഞ് അവരതൊക്കെ ഇങ്ങനെ പൊളിച്ചിടാൻ നോക്കും. എന്നാൽ ഈ ഒരു കാഴ്ചയും കണ്ടിട്ട്, സർ നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത് വളരെ ക്രൂരതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം അവര് പറയുന്നത്, അതെ ഈ ഏരിയയിൽ നിന്ന് ഞങ്ങൾക്കൊരു കംപ്ലൈന്റ് കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഏതായാലും ഇതിനെതിരായിട്ട് ആക്ഷൻ എടുത്തേ പറ്റൂ. നിങ്ങൾ ഏതായാലും ഞങ്ങളുടെ ജോലിയെ തടസ്സപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞ് അവർ ആ ഒരു കട എടുത്തുകൊണ്ട് പോകുന്നതും കണ്ടുകൊണ്ട് തന്നെ രേവതി ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ പൊട്ടിക്കറിയായിരിക്കും. എന്നാൽ ഈ ഒരു കാഴ്ചയും കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരട്ടെ ചന്ദ്രമതിയും ശ്രുതിയൊക്കെ. അതും കണ്ട് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, പാവ രേവതി മോള് അവിടെ ഇങ്ങനെ പൊട്ടിക്കരയുന്നത് കാണുന്ന സമയത്ത് നിങ്ങൾ എന്തിനാ നോക്കി ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. അവളെ പോലെ ഞങ്ങളും പോയിട്ട് അവരുടെ കാല് പിടിക്കണമായിരുന്നോ. അനധികൃതമായിട്ട് റോഡ് സൈഡിൽ കട വെച്ച ഇങ്ങനെയൊക്കെ എടുത്തുകൊണ്ടുപോയെന്നിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടെ ചന്ദ്രമതി. അന്നേരം ശ്രുതി ഇങ്ങനെ രേവതിയെ കളിയാക്കിക്കൊണ്ടതിനെ ചോദിക്കുന്നുണ്ട്, എന്താ രേവതി ഇത്, നിങ്ങൾ പെർമിഷൻ പോലും വാങ്ങാതെയാണ് റോഡ് സൈഡിൽ ഒരു കട തുടങ്ങിയത് എന്നൊക്കെ ചോദിക്കും. അന്നേരം ചന്ദ്രമതി കളിയാക്കിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട്, അതൊക്കെ മനസ്സിലാക്കാൻ ഇത്തിരിയെങ്കിലും പഠിപ്പും ഇവരൊക്കെ വേണ്ടി ശ്രുതിമോളെ. ഇവളും ഇവളുടെ ഭർത്താവൊന്നും സ്കൂളിന്റെ പടി പോലും ചവിട്ടാത്തവരാണ്. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ അറിയാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതി കളിയാക്കാണ്. എന്നിട്ട് പറഞ്ഞത്, ഇപ്പൊ തന്നെ കണ്ടില്ലേ എല്ലാം അവരങ്ങ് എടുത്തോണ്ട് പോയില്ലേ. ഇതിനെല്ലാം നമുക്ക് തന്നെയല്ലേ നാണക്കേട് എന്നൊക്കെ പറഞ്ഞു. നീ വാ ശ്രുതിമോളെ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് അങ്ങ് പോവട്ടെ ചന്ദ്രമതി. എന്നാൽ ഇതേ സമയത്തായിരിക്കും സച്ചി ഓട്ടമെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അവിടെ നോക്കുന്ന സമയത്തിന് പൂക്കട കാണുന്നില്ല. സച്ചി വന്ന് ചോദിക്കുന്നത്, രേവതി നമ്മുടെ പുറത്ത് വെച്ചിരിക്കുന്ന പൂക്കട എവിടെ. അല്ല രേവതി നീ എന്താ കരയുന്നത് എന്നൊക്കെ ചോദിക്കാണ് സച്ചി. അന്നേരം സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ രേവതി സച്ചിക്ക് പറഞ്ഞു കൊടുക്കും. രേവതിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് സച്ചി വല്ലാതെ അങ്ങ് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ പൂക്കട വെച്ചാ പിന്നെ അവർക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന സമയത്തിന് രവീന്ദ്രൻ പറയുന്നത്, മോനെ നമ്മുടെ ഗേറ്റ് വരെയല്ലേ നമ്മുടെ വീടുള്ളൂ. റോഡ് ഗവൺമെന്റിന്റേതല്ലേ, അവിടെ നമുക്ക് അവകാശമില്ലല്ലോ. ഇനി അവിടെ പൂക്കട വെക്കണമെങ്കിൽ തന്നെ അതിന് പെർമിഷൻ എടുക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ് രവീന്ദ്രൻ. എന്ന് വെച്ച് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് നമ്മൾ പൂക്കട വെച്ചു എന്ന് വിചാരിച്ച് അവർക്ക് എന്താ ഇത്ര പ്രശ്നം എന്നിങ്ങനെ സച്ചി ഷൗട്ട് ചെയ്ത് ചോദിക്കുന്നതും കേട്ടുകൊണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്ന് വെച്ച് റോഡിൽ കൊണ്ടുപോയിട്ട് കട വെച്ചാ പിന്നെ അത് മുനിസിപ്പാലിറ്റി എടുത്തുകൊണ്ട് പോവില്ലേ എന്നൊക്കെ ചോദിക്കാണ് ശ്രുതി. അന്നേരം സച്ചി പറഞ്ഞില്ല, നമ്മൾ എന്താ നടു റോഡിൽ കൊണ്ടുപോയിട്ടാണോ കട വെച്ചത്. ഒരു റോഡ് സൈഡിന്റെ ഒരു അരുകിലല്ലേ നമ്മൾ കൊണ്ടുപോയിട്ട് കട വെച്ചത്. അതിനിപ്പോ ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാണ് സച്ചി. അന്നേരം രവീന്ദ്രൻ പറഞ്ഞിട്ട്, ഞാൻ അതൊക്കെ അവരോട് ഒരുപാടധികം സംസാരിച്ചതാണ്. പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് അവർ കേട്ടില്ല. അവർക്കെന്തോ കംപ്ലൈന്റ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇത് പൊളിച്ചോണ്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരിതെല്ലാം കൊണ്ടുപോയി എന്നൊക്കെ പറയാണ് രവീന്ദ്രൻ. അന്നേരം സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ നമ്മൾ ആ കട വെച്ചിട്ട് ഇത്രയും നാളായില്ലേ, എന്നിട്ട് അന്നൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പൊ എങ്ങനെ വന്നു. അന്നേരം രവീന്ദ്രൻ പറയുന്നത്, അതല്ലടാ പറഞ്ഞത്, ആരോ പെട്ടെന്ന് കംപ്ലൈന്റ് കൊടുത്തു, അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ കട പൊളിച്ചിട്ടത് എന്ന് പറഞ്ഞു കൊടുക്കാണ് രവീന്ദ്രൻ.
അന്നേരം സച്ചിക്ക് അങ്ങ് ദേഷ്യം വരെയുടെ സച്ചി ചോദിക്കുന്നുണ്ട്, അത്രമാത്രം ചെയ്യാൻ ഏതവൾക്കാണ് ധൈര്യമുള്ളത്? അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തന്നെ അവരതെന്നോട് നേരിട്ട് വന്ന് പറയണമായിരുന്നു. അന്നേരം രവീന്ദ്രൻ പറഞ്ഞിട്ട് അതാരാണ് ചെയ്തു വെച്ചത് എന്നൊന്നും എനിക്കറിയില്ലടാ. എന്താണെങ്കിലും സ്വന്തം കാലിൽ നിന്ന് അധ്വാനിക്കുന്നതൊന്നും ഇഷ്ടപ്പെടാത്ത കുശുമ്പുള്ളവളായിരിക്കും അതൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. അത് വിട്ടേക്ക്, നീ ഏതായാലും അതിനെ പറ്റിയിട്ട് ചിന്തിക്കണ്ടെന്നൊക്കെ ഇങ്ങനെ രവീന്ദ്രൻ പറയുന്ന സമയത്തിന് ചന്ദ്രമതി പറയുന്നുണ്ട്, ആ ഇതാ ഞാൻ പറഞ്ഞത്, വീടിന്റെ തൊട്ടു മുൻപിൽ തന്നെ കട വെക്കണ്ടെന്ന്. അല്ലെങ്കിലും എന്റെ വാക്ക് ആര് കേൾക്കാൻ പോകുന്നു? എന്റെ വാക്ക് കേൾക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഗതി കണ്ടില്ലേ? മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നിങ്ങളുടെ കട തന്നെ അങ്ങ് എടുത്തോണ്ട് പോയില്ലേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കട്ടെ ചന്ദ്ര. ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി ഇങ്ങനെ കളിയാക്കുന്ന സമയത്ത് തന്നെ ശ്രുതി പറയുന്നുണ്ട്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലേ അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് അത്ര ഈസിയുള്ള കാര്യമൊന്നുമല്ല. വെറുതെ ചുമ്മാ ഒരു കട അങ്ങ് തുടങ്ങി വെച്ചാലൊന്നും പോരാ, അതിൽ ഒഫീഷ്യലായിട്ട് കുറെ അധികം പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അതിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കാതെ ഏതോ പച്ചക്കറി മാർക്കറ്റിൽ പോയി വാങ്ങി വരുന്നത് പോലെ റോഡ് സൈഡിൽ ഒരു കടയും തുടങ്ങി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ശ്രുതി കളിയാക്കും. അല്ലെങ്കിലും ഇത് പിന്നെ ഇങ്ങനെ തന്നെയല്ലേ വരുള്ളൂ എന്നൊക്കെ പറയട്ടെ ശ്രുതി. അന്നേരം എങ്ങനെ വരുള്ളൂ എന്ന് സച്ചി ദേഷ്യപ്പെട്ട് ചോദിക്കുന്ന സമയത്തിന് ശ്രുതി പറയുന്നുണ്ട്, ഇങ്ങനെ തന്നെ. ഇപ്പൊ നിങ്ങളുടെ കട പോയില്ലേ? നിങ്ങൾ കട ഉണ്ടാക്കുന്ന സമയത്തന്നെ എന്തുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചില്ല എന്ന് ചോദിക്കാണ് ശ്രുതി. അന്നേരം സച്ചി ചോദിക്കുന്നുണ്ട്, അതിന് നമ്മൾ എന്താ ഗോൾഡ് ബിസിനസ് ആണോ ചെയ്യുന്നത്? ആർക്കും ഒരു ശല്യമില്ലാതെ ഒരു കോർണറിൽ ചെറിയ റോഡ് സൈഡിലായിട്ട് ഒരു കട വെച്ചു. അത് ആർക്കും ശല്യമില്ലാതെ രേവതി അത് നടത്തിക്കൊണ്ട് പോകുന്നു. അതാരുടെയോ കണ്ണിന് പിടിച്ചിട്ടില്ല. ഏതാണെങ്കിലും അത് ചെയ്തത് ആളാരാണെന്ന് അറിയട്ടെ, അതിനുശേഷം ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുമായിരിക്കട്ടെ സച്ചി. സച്ചിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതിക്കും ശ്രുതിക്കും ആകങ്ങ് പേടിയാവുന്നുണ്ട്. കാരണം സച്ചി എങ്ങാനും കണ്ടുപിടിച്ചാൽ പിന്നെ തനിക്കിട്ട് പണിയുമെന്ന് ചിന്തിച്ചിട്ട് സച്ചി നേരെ രേവതിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എന്തിനാ രേവതി നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കൊടുത്തിട്ട് രേവതിയുടെ കണ്ണീരൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം രേവതി പറയുന്നുണ്ട്, ഞാൻ അവരുടെ കരഞ്ഞ് കാലെ പിടിച്ചിട്ട് പോലും യാതൊരു ദൈവദാക്ഷിണ്യവും ഇല്ലാതെയാണ് സച്ചിയേട്ട അവരെന്റെ കട എടുത്തോണ്ട് പോയത്. എനിക്കിതൊരിക്കലും സഹിക്കാൻ പറ്റില്ല സച്ചിയേട്ട എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് രേവതി വീണ്ടും പൊട്ടിക്കരയാണ്. അന്നേരം സച്ചി പറഞ്ഞിട്ട്, നീ ഒന്ന് കരയാതിരിക്കും രേവതി, വെറും ഒരു തള്ളുവണ്ടിയല്ലേ അവരെടുത്തോണ്ട് പോയിരിക്കുന്നത്, അതൊക്കെ നമുക്ക് ഫൈൻ അടച്ച് തിരിച്ചു വാങ്ങിച്ചേക്കാം. അന്നേരം രേവതി പറഞ്ഞിട്ട്, സച്ചിയേട്ടാ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് വാങ്ങിച്ചു തന്ന കടയല്ലേ അത്? ജീവിതത്തിൽ ആ കടയിലൂടെ ഞാൻ വിജയിക്കുമെന്ന് ഒരുപാടധികം സ്വപ്നം കണ്ടതായിരുന്നു. എന്നിട്ടിപ്പോ ആകെയുള്ള ആ ഒരു കച്ചിത്തിരുമ്പും കയ്യിൽ നിന്ന് പോയില്ലേ സച്ചിയേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ കരയാട്ടോ രേവതി. അന്നേരം സച്ചി പറഞ്ഞിട്ട്, ഒന്നും നിന്റെ കയ്യിൽ നിന്നൊന്നും പോവില്ല രേവതി, അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം. ഇതാരോ അസൂയുള്ള ആൾക്കാർ മനഃപൂർവ്വം നമുക്കിട്ട് പണിത പണിയാണ് എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ചന്ദ്രമതിയെ ഇങ്ങനെ നോക്കി നിൽക്കും. സച്ചി സംശയത്തോടെ ചന്ദ്രയെ നോക്കുന്ന സമയത്തിന് ചന്ദ്രക്ക് ആകെ പേടിയാവട്ടോ. എന്നാൽ അത് പുറമേ കാണിക്കാതെ ചന്ദ്രമതി ചോദിക്കുന്നത്, അല്ല അത് പറഞ്ഞിട്ട് നീ എന്തിനാടാ എന്റെ മുഖത്തേക്ക് നോക്കുന്നത്? ഞാനാണോടാ നിനക്കെതിരെ പരാതി കൊടുത്തത്? അത് നീ ഇനി എന്നോട് ചോദിക്കാൻ വരുവാണോ എന്ന് ചോദിക്കും. അന്നേരം അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ഏതായാലും അത്രത്തോളം വിവരമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി നേരെ ശ്രുതിയുടെ നേർക്കങ്ങ് ചെല്ലാണ്. ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ സച്ചി പറഞ്ഞിട്ട്, ഏതോ ക്രിമിനൽ ബുദ്ധിയുള്ള പെണ്ണാണ് ഇതെല്ലാം ചെയ്തു വെച്ചേക്കുന്നത്, അത് ഉടനെ തന്നെ ആരാണെന്ന കാര്യം ഞാൻ കണ്ടുപിടിക്കും. സച്ചിയുടെ നോട്ടം കാണുന്ന സമയത്തിന് ശ്രുതിക്കൊന്ന് പേടിയാവുന്നുണ്ട്. ആ സമയത്തിന് രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ അവരെടുത്തോണ്ട് പോയ വണ്ടി ഇനി ഒരിക്കലും തിരികെ കിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് സച്ചി പറഞ്ഞിട്ട്, പിന്നെ അതെങ്ങനെ തിരികെ കിട്ടാതിരിക്കും രേവതി? അതൊക്കെ ഫൈൻ അടച്ചാൽ പിന്നെ തിരികെ വാങ്ങിക്കാൻ പറ്റും, അത് ഞാൻ വാങ്ങിച്ചോണ്ട് വരാമെന്നൊക്കെ രേവതിക്ക് മറുപടി കൊടുക്കാണ് സച്ചി. അന്നേരം രവീന്ദ്രൻ പറയുന്നത്, അത് അത്ര വലിയ വിഷയമൊന്നുമല്ല, എങ്കിൽ ഇനിയും അവർ ആ റോഡ് സൈഡിൽ കട വെക്കാൻ സമ്മതിക്കുമെന്ന് ചോദിക്കുന്ന സമയത്തിന് സച്ചി ചോദിക്കുന്നത്, അതെന്താ സമ്മതിക്കാത്തതച്ചാ? അന്നേരം രവീന്ദ്രൻ പറയുന്നത്, എടോ ആരോ കംപ്ലൈന്റ് കൊടുത്തത് കൊണ്ടാണ് അവർ ആ കട അവിടെ നിന്നും എടുത്തോണ്ട് പോയിരിക്കുന്നത്, അതുകൊണ്ട് ഇനിയും അതേ സ്ഥലത്ത് തന്നെ കട വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതേ സമയത്തിന് രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത്, എന്റെ ജീവിതത്തിൽ സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു അടയാളമായിരുന്നു ആ ഒരു പൂക്കട, ഇപ്പൊ അതും പോയി. ഇനി മുതൽ ഞാൻ പണ്ടത്തെ പോലെ യാതൊരു ജോലിയും ചെയ്യാതെ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കേണ്ടവളാണ് എന്നൊക്കെ പറഞ്ഞ് രേവതി കരയാൻ തുടങ്ങുകയാണ്. രേവതിയുടെ കരച്ചിലെല്ലാം കണ്ടിട്ട് ഭയങ്കര അങ്ങ് സന്തോഷത്തിൽ ചിരി അടക്കാൻ കഴിയാതെ നിൽക്കുമായിരിക്കട്ടോ ചന്ദ്രമതി. ഇതും കണ്ടുകൊണ്ട് തന്നെ രവീന്ദ്രൻ ഇങ്ങനെ രേവതി ആശ്വസിപ്പിക്കുന്നുണ്ട്, കരയാതെ മോളെ, സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സംരംഭം ചെയ്യുന്ന സമയത്തിന് ഇതുപോലുള്ള പ്രതിസന്ധികളൊക്കെ വന്നിരിക്കും. ഇതേതായാലും അത്ര വലിയ കാര്യമാക്കാനൊന്നുമില്ല, ഇതെല്ലാം സച്ചി സോൾവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞില്ലേ, മോളൊന്ന് സമാധാനമായിരിക്കുക എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഇങ്ങനെ രേവതി ആശ്വസിപ്പിക്കുന്നുണ്ട്. അന്നേരം രേവതി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് അച്ഛൻ ഞാൻ ഇനി കട തുടങ്ങുന്നത്? ഇനി നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് കട വെക്കാനൊന്നും അനുമതിയില്ലല്ലോ, അതുകൊണ്ട് ഇനി ഞാൻ എവിടെ പോയിട്ട് കട തുടങ്ങുമെന്നൊക്കെ ചോദിക്കട്ടോ രേവതി. അന്നേരം ചന്ദ്രമതി പറഞ്ഞിട്ട്, ഇനി ഇങ്ങനെ മോങ്ങിക്കരഞ്ഞിരുന്നിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? ആർക്കെന്ത് ചേരുമെന്ന് ആലോചിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. 4 ചക്രത്തിൽ ഒരു വണ്ടി മുന്തിക്കൊണ്ട് നടന്നാൽ പിന്നെ വലിയ ബിസിനസ് ഗേളായി എന്നാണ് വിചാരം. നീ എന്റെ ശ്രുതിമോളെ കണ്ടു പഠിക്ക്, അവൾ സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ട് പോവാണ്. അതിപ്പോ ഓരോ ദിവസം പടിപടിയായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടെന്നാൽ അത് വളർത്തിയെടുക്കാനുള്ള ബുദ്ധിയൊക്കെ അവൾക്കുണ്ട്. നിനക്ക് ഏതായാലും ബുദ്ധിയും ബോധവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രേവതിയെ കളിയാക്കി ചിരിക്കാട്ടോ ചന്ദ്ര. ചന്ദ്രയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് രവീന്ദ്രൻ അങ്ങ് ദേഷ്യം വരട്ടോ. രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എടി രേവതി അല്ലെങ്കിൽ തന്നെ ആകെ സങ്കടപ്പെട്ടിരിക്കാണ്, പിന്നെ നീ എന്തിനാ വീണ്ടും വീണ്ടും അവൾ എങ്ങനെ കുത്തി നോവിക്കുന്നത്? അന്നേരം രേവതി പറഞ്ഞിട്ട്, ഇല്ലച്ചാ അമ്മ പറഞ്ഞത് ശരിയാണ്, അമ്മയെ കുറ്റപ്പെടുത്തണ്ട, ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരുപാടധികം ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു.
ഇപ്പോഴാണ് അച്ഛാ എനിക്കൊരു കാര്യം മനസ്സിലായത്. എനിക്കൊരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത അത്രമാത്രം കാര്യങ്ങളാണ് ഞാൻ സ്വപ്നം കണ്ടിരുന്നത്. ഇനി ഒരിക്കലും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇനി ഞാൻ വീട്ടുജോലി മാത്രം ചെയ്തിട്ട് വീട്ടിൽ അടങ്ങിക്കൂടിയിരുന്നോളാം എന്നൊക്കെ പറയട്ടോ രേവതി. എനിക്കിനി സ്വന്തമായിട്ടൊരു ജോലിയൊന്നുമില്ല. സ്വന്തമായിട്ട് അധ്വാനിക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പാവം എന്റെ സച്ചിയേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാടധികം കഷ്ടപ്പെട്ടു. എന്നിട്ട് അതെല്ലാം ഒരു നിമിഷം കൊണ്ടങ്ങ് തകർന്നു പോയില്ലേ. ഇനി ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് ഈശ്വരന്മാർ വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമച്ചാ? ഇനി ഞാൻ പുറമെ ജോലിയൊന്നും ചെയ്യുന്നില്ല. വീട്ടുജോലി മാത്രം ചെയ്തിട്ട് വീട്ടിൽ തന്നെ അടങ്ങിക്കൂടിയിരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് അകത്തേക്ക് അങ്ങ് കയറി പോവാട്ടോ രേവതി. രേവതിയുടെ സങ്കടം കാണുന്ന സമയത്തിന് രവീന്ദ്രൻ അതിലേറെ സങ്കടമായിരിക്കും. രവീന്ദ്രൻ ഇങ്ങനെ സച്ചിയോട് പറയുന്നത്, സച്ചി, എന്റെ യൂണിയൻ ഓഫീസിൽ ഒരു വക്കീലുണ്ട്. അയാളോട് ചോദിച്ചിട്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ നീ പറയണം. ഈ വിഷയം അറിഞ്ഞതോടുകൂടി തന്നെ രേവതി മോള് ആകെ തകർന്നു പോയിട്ടുണ്ട്. കാലത്ത് ഭക്ഷണം പോലും കഴിക്കാതെയാണ് രേവതി മോള് പോയിരിക്കുന്നത്. നീ പോയിട്ട് രേവതി മോളോട് ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ പറയുന്നൊക്കെ പറഞ്ഞുകൊടുത്ത് സച്ചിയെ രവീന്ദ്രൻ രേവതിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടും. സച്ചി അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം രവീന്ദ്രൻ ഇങ്ങനെ ഭയങ്കര തുറപ്പിച്ചിട്ട് ചന്ദ്രമതിയെ നോക്കുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് അങ്ങ് പേടിയാവും. ചന്ദ്രമതി ചോദിക്കുന്നത്, അല്ല, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ തുറപ്പിച്ചു നോക്കുന്നത്? ഇനി ഞാനാണ് നിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം രവീന്ദ്രൻ ചോദിക്കുന്നത്, അതിനിപ്പോ ഞാൻ അങ്ങനെ നിന്നോട് പറഞ്ഞോ ചന്ദ്രേ? പക്ഷേ ഒരു കാര്യം, സച്ചിയും രേവതി നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നത് കണ്ടിട്ട് ആർക്കും അവരോട് അസൂയ തോന്നിയിട്ടുണ്ട്. അതിനു വേണ്ടി തന്നെയാണ് അവർ ഇത് മനഃപൂർവ്വം ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ചെയ്തത് ആരാണെങ്കിലും അവരുടെ തലയിൽ ഇടുത്തി വീഴുമെന്നൊക്കെ പറയട്ടെ രവീന്ദ്രൻ. അവർ വിചാരിച്ചിരിക്കുന്നതൊന്നും നടക്കില്ല. അവരുടെ ജീവിതം നശിച്ചു പോവും. ദൈവം അനുഗ്രഹിക്കുന്നവർക്ക് മാത്രമേ നല്ല മനസ്സുണ്ടാവുള്ളൂ. അങ്ങനെ നല്ല മനസ്സുള്ളവർക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല. രേവതി മോൾ എല്ലായിടത്തും വിജയിക്കും. രേവതി മോൾക്ക് ഏതായാലും നല്ലത് തന്നെ വരും. അവൾ ഇതിനേക്കാൾ നല്ലൊരു പൂക്കട ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ രവീന്ദ്രൻ അവിടെ നിന്നങ്ങ് പോകുന്നത്. ഈ സമയത്തിന് ചന്ദ്രമതി പറയുന്നത്, നടക്കട്ടെ നടക്കട്ടെ, എല്ലാം നടന്നത് തന്നെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ രവീന്ദ്രനെ കളിയാക്കി ചിരിക്കായിരിക്കട്ടോ. എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, നീ വാ മോളെ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് തന്നെ അകത്തേക്ക് കയറി പോവും. അങ്ങനെ ചന്ദ്രമതി ശ്രുതിയെ കൂട്ടി അകത്തേക്ക് പോയതിനു ശേഷം വാതിലങ്ങ് ലോക്കിയാണ്. അതിനുശേഷം ശ്രുതി അങ്ങ് കെട്ടിപ്പിടിക്കാണ്. എന്നിട്ട് പറഞ്ഞിട്ട്, കായ് താ മോളെ, നീ കാരണം മാത്രമാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രമാത്രം സന്തോഷിച്ചത്. ആ രേവതിയുടെ കയ്യിൽ നിന്ന് എല്ലാം തകർന്നു പോയിട്ട് അവളുടെ ആ ഒരു കരച്ചിൽ കാണുന്ന സമയത്തിന് എനിക്ക് എത്രമാത്രം സന്തോഷമായി എന്നറിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രമതി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു വിധത്തിലെങ്കിലും രേവതിയെ തകർക്കാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷത്തിലായിരിക്കട്ടോ ശ്രുതിയും. അങ്ങനെ സച്ചി പിന്നീട് ഈ ഒരു പ്രവൃത്തി ചെയ്തത് ആരാണ് എന്ന കാര്യമെല്ലാം കണ്ടുപിടിക്കുന്നുണ്ടെന്ന് മാത്രമല്ല അവർക്കിട്ട് തിരിച്ച് നല്ല പണി കൊടുക്കുന്ന ഒരു അടിപൊളി സൂപ്പർ കിഡിലിൻ എപ്പിസോഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.